അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മനഃപൂർവ്വം ഇനി അടുത്തത് ഞാൻ കാണുമെന്ന് പറയില്ല, കാണത്തില്ല. നിങ്ങൾ 3 വർഷം കഴിഞ്ഞല്ലേ, അപ്പോഴത്തേക്ക് ഞാൻ പോകും. അതുകൊണ്ട് ഇപ്പം വന്നോളി. അതൊന്നുമില്ല, ഞാൻ അതുകൊണ്ടാണ് ഒരാഴ്ച കൊണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് മക്കളെ അത് സ്ഥിരം പറയാക്കൂല. ഇത് ഇനി 3 കൊല്ലം കഴിയുവാണ്, ഞാൻ കാണില്ല. അറിയത്തില്ല, ആദ്യമായിട്ടായി കാണുന്നത്. കൊല്ലത്തുനിന്ന് വന്നേ, കൊല്ലത്തുനിന്ന്. ഒരു നൂറ്റാണ്ടിന് ശേഷം പനയറ തൃപ്പൂരിട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന കാളിയൂട്ടിന് ഭക്തി നിർഭരമായ സമാപനം. വെള്ളിയാഴ്ച നടന്ന കാളി ദാരിക നിലത്തിൽ പോരോടെ 8 നാൾ നീണ്ട അനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തിയായി. ആയിരങ്ങളാണ് നിലത്തിൽ പോരിന് സാക്ഷ്യം വഹിക്കുവാൻ പനയറ ക്ഷേത്രപ്പറമ്പിലെത്തിയത്. വൈക്കുരവയും തൊഴുകൈകളുമായി ഭക്തർ നിലത്തിൽ പോരും പറനേറ്റും ദേവിയുടെ യുദ്ധവിജയവും കണ്ടു. ദാരികനെ 8 ദിക്കിലും അന്വേഷിച്ചിറങ്ങിയ ദേവിമാർക്ക് അസുരനെ കാണാനാകാതെ മടങ്ങേണ്ടി വന്നു. തുടർന്ന് വെന്നിപ്പറ മുഴക്കി യുദ്ധകാകളം പുറപ്പെടുവിക്കുന്ന ദാരികനെ വധിക്കുവാൻ സർവശക്തിയും സംഭരിക്കുന്ന ദേവി ദാരികനുമായി ഉഗ്രയുദ്ധത്തിൽ ഏർപ്പെടുന്ന ദിവസമാണ് നിലത്തിൽ പോരായി കണക്കാക്കുന്നത്. വൈകിട്ട് ചുട്ടികുത്തിപ്പുരയിൽ നിന്ന് സർവാഭരണ വിഭൂഷിതയായി പച്ചകുത്തി വീരപ്പല്ലുകളും കാട്ടി ചിലമ്പണിഞ്ഞ് വാളുമായി മുടിയേറ്റിയ ദേവി ക്ഷേത്രപ്പറമ്പിൽ ദാരികവധത്തിനെത്തി. പോർക്കളത്തിൽ 3 വലം വച്ചപ്പോൾ തങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ദേവിക്ക് മുന്നിൽ മന്ത്രസ്തുതികളാൽ വെറ്റിലയെറിഞ്ഞ് ഭക്തർ പ്രസാദിപ്പിച്ചു. നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന ഈ കാളിയൂട്ട് ഉത്സവത്തിന് ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ കരകളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഈ കാളിയൂട്ട് ഉത്സവം കാണാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഒരു ഉത്സവം അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിന് ശേഷം നടക്കാൻ എന്താണ് അതിനുള്ള കാരണം, അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ നമ്മുടെ ക്ഷേത്ര ഭാരവാഹികൾ ഇവിടെയുണ്ട്. അവർ നമ്മോട് സംസാരിക്കും. ഒരു നൂറ്റാണ്ടോളം പഴക്കം ചെന്ന് ഈ കാളിയൂട്ട് നടത്താനുള്ള ഭാഗ്യം ഈ ഭരണസമിതിക്ക് നമുക്കുണ്ടായി. അത് ഏറ്റവും ഭയങ്കര ഭാഗ്യമാണ് എന്ന് കരുതുന്നു. നമ്മൾ 10,000-കണക്കിന് ജനങ്ങളാണ് ഇന്നിവിടെ പങ്കെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും കാണാനായിട്ട് ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഐതിഹ്യം, നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ കാളിയൂട്ട് ഉത്സവം നടക്കാനുള്ള ഐതിഹ്യം എന്താണ്? പണ്ട് ഇവിടെ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാളിയൂട്ട് നടന്നിരുന്നു. അന്ന് കാളിയും ഭദ്രകാളിയും ദാരികനായി വേഷം കെട്ടിയത് ജ്യേഷ്ഠ അനുജന്മാരായിരുന്നു. ഈ വേഷത്തിൻ്റെ ഇതിലുകൊണ്ട് ഭദ്രകാളി ദാരികനായ അനുജനെ വെട്ടിക്കൊലപ്പെടുത്തുകയും വേഷം അഴിച്ചപ്പോൾ അനുജനെയാണ് വെട്ടിക്കൊന്നതെന്ന് മനസ്സിലാക്കുകയും ഭദ്രകാളിയായി വേഷം കെട്ടിയ ജ്യേഷ്ഠനെ പിന്നെ കാണാതാവുകയും ചെയ്ത ഒരു ഐതിഹ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് കാളികാവ് എന്നായിരുന്നു. ഇത് നടന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ പേര് തൃപ്പൂർട്ടക്കാവ് എന്ന മാറി. ഒരു കാലത്ത് ഇവിടെ കാളികാവ് എന്നാണ് ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ പരിസരം അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം ഈ പോര് നടന്ന കാളിയും ദാരികനുമായുള്ള പോര് നടന്നതിന് ശേഷം പോര് നടന്ന സ്ഥലം, അതായത് പോര് നടന്ന സ്ഥലം, അതായത് പോരിട്ടക്കാവ് പിന്നീടത് തൃപ്പൂരിട്ടക്കാവായി മാറുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഈ കാളിയൂട്ട് ചടങ്ങുകൾക്ക് നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പനയറ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം നമ്മോട് ചേരുകയാണ്. ഈ പനയറ നടക്കുന്ന തൃപ്പൂരിട്ടക്കാവ് നടക്കുന്ന ഈ കാളിയൂട്ട് ഉത്സവത്തിൻ്റെ മറ്റ് ചടങ്ങുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം നമ്മോട് സംസാരിക്കും. പോരട്ടക്കാവ് എന്ന് പറയുന്നത്, നമസ്കാരം, ഞാൻ പനയറ ഉണ്ണികൃഷ്ണൻ. ഈ പോരട്ടക്കാവിലെ കാളിയൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഏകദേശം 60 വെച്ച് പറഞ്ഞെങ്കിൽ ഒരു നൂറ്റാണ്ടിന് മുകളിൽ, അതായത് 110-120 വർഷങ്ങളായി, എന്തായാലും ഒരു നൂറ്റാണ്ടുകൾക്ക് മുകളിൽ നടന്ന് അവിടെ വെച്ച് മുടങ്ങിയതാണ് ഈ കാളിയൂട്ട്. ഇത് മുടങ്ങാൻ കാരണം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ, അത് നമുക്ക് 1-2 അറിവുകളേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ അത് ഏതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. എന്നാലും ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അന്ന് ഈ പോരട്ടക്കാവ് ദേവീക്ഷേത്രത്തിൽ കാളിയൂട്ട് നടക്കുന്ന സമയത്ത് അനുജനും ജ്യേഷ്ഠനും കൂടി വേഷം കെട്ടുകയും അങ്ങനെ ആ വേഷം കെട്ടി വരുന്ന സമയത്ത് ചേട്ടൻ അനുജനെ വെട്ടിക്കൊല്ലുകയും ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യം. അതല്ലാതെ വേറെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭദ്രകാളിയും ദാരികനും കൂടെ വേഷം കെട്ടി ഭദ്രകാളി പറണിൻ്റെ മുകളിൽ കയറിയപ്പോൾ പറന്നുകൊണ്ട് മറിയുകയും തിരുമുടി നിലം പതിക്കുകയും ചെയ്തു. അങ്ങനെ മുടങ്ങിയെന്ന് പറയും. ഏതായാലും ഇത് രണ്ടും സംഭവിച്ചെന്നും പറയുന്നുണ്ട്. അങ്ങനെ 120ഓളം വർഷങ്ങൾക്ക് അകം മുടങ്ങിയ ഒരു കാളിയൂട്ട്, എന്നാൽ ഒരു നൂറ്റാണ്ടിന് മുകളിൽ മുടങ്ങിയ ഒരു കാളിയൂട്ട് മഹോത്സവം
ഇപ്പോൾ അതായത് 2024 മാർച്ച് 8-ാം തീയതി തുടങ്ങി 15-ാം തീയതിയാണ് അവസാനം ഇന്നുകൊണ്ട് തീരുകയാണ്. അതായത് ഇപ്പോൾ അതായത് ഈ ഒരു കാളിയൂട്ടം നടത്താൻ പൊന്നമ്മച്ചിയുടെ അനുഗ്രഹവും സഹായവും എനിക്ക് കിട്ടിയതിന് ഞാൻ ദൈവത്തോടും എൻ്റെ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു. നമ്മുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറണുകൾ സജ്ജീകരിച്ചിരിക്കണമല്ലോ, ഭദ്രകാളി ദേവിയുടെയും അതുപോലെ തന്നെ ദാരികൻ്റെ പറണുകൾ, ശാർക്കര ദേവി ക്ഷേത്രം, അതുപോലെ തന്നെ പൊന്നറ, പള്ളിയറ, എല്ലായിടത്തും പറണുകളുണ്ട്. എന്തെങ്കിലും പ്രത്യേകതകൾ ഇതിന്? പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതായത് ശാർക്കര ദേവി ക്ഷേത്രത്തിൽ മഹാരാജാവിൻ്റെ കാലം തൊട്ടേ തുടങ്ങിയിരുന്ന കാളിയൂട്ടം മഹോത്സവം കൊല്ലവർഷം 923 മാർത്താണ്ഡ മഹാരാജാവ് തുടങ്ങി വെച്ച കാളിയൂട്ടിന് പറണിൻ്റെ പൊക്കം എന്ന് പറയുമ്പോഴത്തേക്ക് 17 കോലാണ്, 16 അല്ല 17 അങ്ങനെ വരുന്നതാണ്. പക്ഷേ അത് അതേ അളവ് തന്നെയാണ് പൊന്നറ ദേവി ക്ഷേത്രത്തിലും ഇവിടെയും നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഏറത്ത് പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ 21 കോൽ പൊക്കമാണ്, 25 കോൽ കൂടെ പൊക്കത്തിനാണ് അവിടുത്തെ പറഞ്ഞു വന്നത്. അവിടെ മാത്രമേ ഇത്രയും പൊക്കത്തിന് ഈ പറഞ്ഞു വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള 3 സ്ഥലങ്ങളിലും ഒരേപോലെയാണ്. എന്നാൽ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ തിരുമനസ് കാളിയൂട്ട് നടത്തുന്ന സമയത്ത് കാളിയൂട്ടിൻ്റെ ഐതിഹ്യമായ അതായത് കാളിയൂട്ടിൻ്റെ 7 ദിവസത്തെ തുള്ളപ്പരയിലെ ചടങ്ങും കഴിഞ്ഞ് 8-ാം ദിവസം എന്ന് പറയുന്നത് മുടി എഴുന്നള്ളത്തുണ്ട്. മുടി എഴുന്നള്ളത്തല്ല, മുടി ഒഴിച്ചിൽ. അതായത് അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ 2 ദിക്കുകളിലും വടക്കോട്ടും തെക്കോട്ടും ഭദ്രകാളി ദാരികനെ തിരക്കി പോകുന്നതായിട്ടാണ് സങ്കല്പം. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യാഴാഴ്ച കുംഭമാസത്തിൽ 2-ാമത്തെ വ്യാഴാഴ്ച തുടങ്ങി 3-ാമത്തെ വെള്ളിയാഴ്ച തീരും. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ കുംഭമാസം അന്നങ്ങനെയില്ല. അത് നമുക്കൊരു നമ്മളൊരു തീയതി നിശ്ചയിക്കുമ്പോൾ വെള്ളിയോട് വെള്ളി 8 ദിവസത്തെ കാളിയൂട്ടുള്ളൂ, മുടി എഴുന്നള്ളത്തില്ല. അതിന് പകരം 1-ാം ദിവസത്തെ ചടങ്ങിന് 1-ാം ദിവസം രാവിലെ ഉച്ചവെലി എന്നൊരു ചടങ്ങ് കഴിഞ്ഞ് ഇവിടെ 1-ാം ദിവസമാണ് കലശം കെട്ടുന്നത്. എന്നാൽ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ മുടി ഒഴിച്ചിലുള്ളത് കൊണ്ട് 2 മുടിയും തെക്കോട്ടും വടക്കോട്ടും പുറത്ത് പോയ ശേഷം തിരിച്ചു വന്നതിന് ശേഷം അന്ന് 8-ൻ്റെ അന്ന് മാത്രമേ കലശം കെട്ടുള്ളൂ. അതാണ് അവിടുത്തെ കാളിയൂട്ടും ഇവിടുത്തെ കാട്ടും വ്യത്യാസം. ഏകദേശം കാളിയൂട്ടിൻ്റെ ചടങ്ങുകൾ ഒരേപോലെ ആണെങ്കിൽ തന്നെയും ശാർക്കര കാളിയൂട്ടിൻ്റെ ചടങ്ങും ഇവിടെ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മഹാരാജാവ് തിരുമനസ് നടത്തിക്കൊണ്ടുവന്ന കാളിയൂട്ട് ഭദ്രകാളിയും ദാരികനും 2 വേഷങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഏറത്ത് പള്ളിയറ ഭഗവതി ക്ഷേത്രം, പൊന്നറ പള്ളിയറ ഭഗവതി ക്ഷേത്രം, ഇവിടെ നമ്മുടെ പനയറ തിരുപോർട്ടക്കാവ് ദേവി ക്ഷേത്രം എന്നിവിടങ്ങളിലെ കാളിയൂട്ടുകൾക്ക് ഭദ്രകാളിയുടെ കൂടെ അതായത് ദാരികനുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭദ്രകാളിയെ സഹായിക്കാൻ 4 ഭൂതഗണങ്ങൾ വരുന്നുണ്ട്. കാളി, കാളരാത്രി, വേതാളം, പശന്ത എന്ന പേരുള്ള 4 ഭൂതഗണങ്ങൾ. ആ ഭൂതഗണങ്ങൾ എന്ന് പറയുന്നത് യുദ്ധത്തിൽ ഭദ്രകാളിയെ സഹായിക്കാനായിട്ട് പരമശിവൻ പറഞ്ഞു വിടുന്നതായിട്ടാണ് സങ്കല്പം. അതാണ് ശാർക്കര ദേവി ക്ഷേത്രത്തിലെ കാളിയൂട്ടും ഈ പോർട്ടക്കാവിലെ കാളിയൂട്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവരെ കൂളികളെന്നാണ് വിളിക്കുന്നത്. കൂളികളെന്ന് അവരെ നാമധേയം വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവരുടെ പേരുകളെന്ന് പറയുന്നത് ഭദ്രകാളി കഴിഞ്ഞാൽ കാളി, കാളരാത്രി, വേതാളം, പശന്ത അങ്ങനെ 4 വേഷങ്ങളാണ്. ഈ പറണേറ്റിൽ ഉപയോഗിക്കുന്ന തെങ്ങ്, അടയ്ക്കാമരം, അടയ്ക്കയൊക്കെ നേരത്തെ കൂട്ടി പൂജകളൊക്കെ ചെയ്ത്, അതായത് ഈ ശാർക്കര ദേവി ക്ഷേത്രമാണല്ലോ നമ്മുടെ കാളിയൂട്ടിൻ്റെ ഉത്ഭവസ്ഥാനം. അപ്പോൾ ഏത് ക്ഷേത്രത്തിലായാലും കാളിയൂട്ടിന് വേണ്ടി ദാരിയൻ പറഞ്ഞിനും ഭദ്രകാളി പറഞ്ഞിനും വേണ്ടി ഈ മരങ്ങൾ മുറിക്കുമ്പോൾ എന്ന് വെച്ചാൽ മുറിക്കുന്ന ആൾക്കാർ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ ചെന്ന് അനുവാദം വാങ്ങി ചെണ്ട കൊട്ടി ചെണ്ടമുള്ളത്തോടെ വന്ന് ആ വൃക്ഷത്തിന് വൃക്ഷത്തിൻ്റെ അനുവാദം ചോദിക്കാനുള്ള അനുവാദ പൂജ നടത്തിയതിന് ശേഷമാണ് തെങ്ങായാലും കമുകായാലും മുറിച്ച് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ആ മുറിക്കുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ ശാർക്കര ദേവി ക്ഷേത്രത്തിലെയും ഈ പനയറ പോർട്ടക്കാവിലെയും പൊന്നറയിലും പിന്നെ ഇളമ്പ വേറെയാണ് ഈ 3 ക്ഷേത്രങ്ങളിലെയും കാളിയൂട്ട് മഹോത്സവത്തിന് ഈ പറണ് കെട്ടുന്നത് ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാളാണ് നേതൃത്വം നൽകുന്നത്. ഈ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചെണ്ടയമളവും ആയിട്ടെല്ലാം പോയി വൃക്ഷത്തിൻ്റെ അനുവാദം മേടിച്ച് മുറിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് 5 കഴിഞ്ഞ് 6-ാം ദിവസം അത് കെട്ടി തുടങ്ങി 7-ൻ്റെ അന്ന് നമുക്ക് തീർത്തു തരുന്നതാണ് ഇവിടെ. അവിടെയാണെങ്കിൽ ശാർക്കരന് 8-ാം ദിവസം. ഇനി അവസാനത്തെ ചടങ്ങുകൾ എന്താണ്? ഭദ്രകാളി ദേവി പറന്ന് താഴേക്ക് ഇറങ്ങി ഇനി ഇപ്പോൾ ദേവി അതായത് ദാരികൻ്റെ അസ്ത്രമേറ്റ് വരുന്നത് എന്താ പറയുക, അസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ദാരികൻ്റെ ഭാര്യയുടെ പൂജാഫലമായി ഭദ്രകാളി മോകാലസ്യപ്പെട്ട് വീണ് ഇങ്ങനെ അതാണ് പറണേറ്റം എന്ന ചടങ്ങാണ്. പറണി കയറി താഴെ വന്നതിന് ശേഷം നേരെ ക്ഷേത്രത്തിൽ ഇപ്പോൾ യുദ്ധത്തിൽ ഏകദേശം ഭദ്രകാളി തോറ്റു നിൽക്കുന്നൊരവസ്ഥയാണ്. അതായത് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോകാലസ്യപ്പെട്ട് വീണ അതുകൊണ്ടാണ് മോഹാശ്രമേറ്റ് വീണെന്നാണ് സങ്കല്പം പറയുന്നത്. അപ്പോൾ മോഹാശ്രമേറ്റ് വീണിങ്ങനെ ചെയ്ത് മോകാലസ്യപ്പെട്ട് വീണ് കഴിഞ്ഞ ദേവി ഇനി നേരെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോകും. ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ അവിടെ അപ്പോൾ പരമശിവനാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ശിവഭഗവാന്റെ വരവും മേടിച്ച് വാങ്ങി തിരിച്ചു വന്നിട്ടാണ് പിന്നെ ഘോരയുദ്ധം നടക്കുന്നത്. ഘോരയുദ്ധത്തിൽ ദാരികനെ വധിക്കുന്നതായിട്ടാണ് സങ്കല്പം. അതിന് ഇവിടെ വയ്ക്കുന്ന ചടങ്ങെന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൽ പോയി വരവും മേടിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഭദ്രകാളി പറഞ്ഞതിൻ്റെ മുട്ടിൽ 3 ചെറുപ്പും ദാരികൻ പറഞ്ഞ മുട്ടിൽ 3 ചെറുപ്പും കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന്
മുടി ഇറക്കി ഒരു ദാരികനെ ഒന്ന് നെട്ടോട്ടം ഓട്ടിച്ചതിന് ശേഷം തിരിച്ചു വന്ന് തുള്ളി കൊലവാഴ വെട്ടി, അതിനുശേഷം കൊലവാഴ വെട്ടിയിട്ട് ഭദ്രകാളി ദേവിയെ പിടിച്ചിരുത്തുന്നു. ഇരുത്തിയ ശേഷം ഗുരുസി ഇറക്കുന്നു. ഗുരുസി ഇറപ്പ് കഴിഞ്ഞതിന് ശേഷം മുടിയേറ്റി നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രത്തിന് 7 വലതും 7 പ്രദർശനം വെച്ചതിന് ശേഷം വീണ്ടും തുള്ളപ്പരയിലേക്ക് വരുമ്പോൾ മുടി ഇറക്കി തുള്ളപ്പരയ്ക്കകത്ത് കയറി വീണ്ടും പിടിച്ചിരുത്തുന്നു. അതിനുശേഷം മുടിയേറ്റി ആദ്യം മുടിക്കൂറ അനേകം നാളുകളായി ഉണ്ടല്ലോ ശ്രീ ഭദ്രകാളിയും ദാരികനും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ഭദ്രകാളി ചെന്ന് ജയിച്ച് ദാരികൻ തോറ്റെങ്കിൽ അതും അറിയാം എന്ന് കൂടെ നിൽക്കുന്ന സാധനങ്ങൾ പറയുന്നു. അപ്പോൾ ദാരികൻ ചെന്ന് ജയിച്ച് ഭദ്രകാളി തോറ്റാൽ അതും അറിയാം. അങ്ങനെ സംഭവിക്കുക പതിവില്ലല്ലോ. ഏതായാലും ഒരു വസ്ത്ര പരീക്ഷണമായത്. അങ്ങനെ മുടിയുടെ മുകളിൽ കൂടി ഒരു കൂറ, അതായത് ഇരട്ട മുണ്ടെറിയുകയും മുടിക്കൂറ എന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷമാണ് മുടിത്താളം പറഞ്ഞാൽ എന്ന താളത്തിനനുസരിച്ച് മുടിത്താളം കളിക്കുന്നു. മുടിത്താളത്തിന് ശേഷം ദാരികൻ്റെ ശിരസ് കൊണ്ടുവന്ന് ഭദ്രകാളിയുടെ കിരീടത്തിൽ ഒഴിയുന്നു. അതായത് ദാരികൻ്റെ കിരീടം ഈ ഗുരുശിയോട് കൂടി കഴിഞ്ഞതായിട്ടാണ് കൊലവാഴ വെട്ടുന്നതും ദാരികനെ വെട്ടുന്നതും സങ്കല്പം. പക്ഷേ ഇതിൻ്റെ ചടങ്ങ് അവസാനം തീരുന്നത് തുള്ളപ്പരയ്ക്കകത്ത് വെച്ച് ദാരികൻ്റെ ശിരസ് കൊണ്ടുവന്നിട്ട് ഭദ്രകാളിയുടെ കിരീടമായിട്ട് ഒഴിയുന്നു. ചെന്ന് കൊന്നായോ വരക്കനെ കൊന്ന കൊലയെല്ലാം എനിക്കറിയ കൂറുപോലെ ശ്രീ ഭദ്രകാളി താനെ കേളം പെരുമാളീശനെ കേളമുടി അളക്കർകോണിയെ വാളാലെ പാശത്താലെ വീശി നാഗലോകപ്പെടുത്തി കൂളിമേഘമെന്ന ചില കുത്തുകൾ കുത്തി കോളികൾ കുണ്ണാൻ കൊടുത്ത് നിക്ക നിയാമകനെ തക്ക തടാമൗലെ കുഞ്ഞേനും ചന്ദ്രശേഖരനും മഹാകാളും കൂടിക്കൊണ്ട് മണ്ണിൽ പോയ മനുഷ്യർക്കെല്ലാം കുലദേവതയും കുടിദേവതയുമാക സ്മരിപ്പോരാക സ്മൃതിപ്പോരാക ഇരിപ്പോരാക സർവേശ്വരി ഭദ്രകാളി താനേ എന്ന് ദാരികൻ്റെ ശിരസ് ഒഴിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഈ ശ്ലോകം പറഞ്ഞതിന് ശേഷം നേരെ തുള്ളപ്പരയിൽ കലശം എഴുന്നള്ളിച്ച് തുള്ളപ്പരയ്ക്കകത്ത് വെച്ച് കലശം തുറന്ന് കലശവിത്ത് ആദ്യം മുടിയിൽ വിതറിയതിന് ശേഷം കലശവിത്ത് വിശ്വാസികൾക്കായി കലശം വിതർന്നതോടുകൂടി കാളിയൂട്ടിൻ്റെ ഇന്ന്, അതായത് ഈ വർഷത്തെ കാളിയൂട്ടിൻ്റെ ഏത് ക്ഷേത്രത്തിലാണോ ആ ക്ഷേത്രത്തിലെ കാളിയൂട്ടിൻ്റെ ചടങ്ങുകൾ അവസാനിക്കും. ഇനി എത്ര വർഷം കൂടുമ്പോഴാണ് ഇവിടെ കാളിയൂട്ട്? കോട്ടക്കാവ് ദേവീക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് 2 കഴിഞ്ഞ് 3-ാമത്തെ വർഷം, അതായത് 3 വർഷത്തിലൊരിക്കൽ എന്ന രീതിയിലാണ് കാളിയൂട്ട് നടക്കുന്നത്. ശാർക്കര ദേവീക്ഷേത്രത്തിൽ മഹാരാജാവ് കാളിയൂട്ട് നടത്തി തുടങ്ങിയപ്പോഴത്തേക്ക് വർഷാവർഷമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ശാർക്കര. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും 2 കഴിഞ്ഞ് 3-ാമത്തെ വർഷമാണ്. വിശദമായ കാളിയൂട്ട് ചടങ്ങുകളുടെ ഒരു ഐതിഹ്യവും അതിന്റെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പൊന്നറ ഉണ്ണികൃഷ്ണനാണ് നമ്മോട് സംസാരിച്ചത്. ഇനി കാളിയൂട്ടുത്സവത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പറണുകൾക്ക് പ്രത്യേകതയുണ്ട്. ശ്രീ ഭദ്രകാളി ദേവിക്കും അതുപോലെ തന്നെ ദാരികനും വെവ്വേറെ പറണുകളാണ് നിർമ്മിക്കുന്നത്. ശ്രീ ഭദ്രകാളി ദേവിക്ക് തെങ്ങിൻ പറണം, അതുപോലെ തന്നെ ദാരികന് അടയ്ക്കാമരം കൊണ്ടുള്ള പറണുമാണ് നിർമ്മിക്കുന്നത്. ഈ പറണ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ പറണുകൾ എവിടെ നിന്നാണ് എത്തിക്കുന്നത്, ആ പറണുകളുടെ നീളം, അതിനുള്ള മറ്റുള്ള പൂജകൾ ഒക്കെ നമുക്ക് സ്ഥിരമായി ചെയ്യുന്ന നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ പറണുകളുടെ പ്രത്യേകത എന്താണ്? പറണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭദ്രകാളിയുടെ തട്ട് ഭരണം എന്ന് പറഞ്ഞാൽ 2 തെങ്ങ് പുളന്ന്, അത് ആശാരിമാരാണ് പുളന്ന്, അത് 10-15 പേരെ ജോലിയാണത്. 2 തെങ്ങും 4 പുളന്ന്, അത് ഞങ്ങൾ കൈവണ്ടിയിൽ ടിപ്പറിൽ കൊണ്ടുവന്ന് ഈ കാളിയൂട്ട് അടിയന്തരമാണ്, മഹോത്സവമല്ല. ഈ കാളിയൂട്ട് അടിയന്തരമാണ്. പക്ഷേ കാളിക്ക് ഊട്ട് കൊടുക്കുന്നതാണ്. അപ്പം കാളിയൂട്ട് മഹോത്സവം ഒരിക്കലും കാളിയൂട്ട് അടിയന്തരം. ഈ അടിയന്തരത്തിന് ആവശ്യമായിട്ടുള്ള തെങ്ങ് നമ്മൾ പറഞ്ഞു കെട്ടാനുള്ള തെങ്ങ് എടുക്കുന്നത് വെച്ചാൽ ഈ പ്രാവശ്യം കൊണ്ടുവന്നത് ചിറങ്ങിൽ ആണത്തിലവട്ടം അവിടെ നിന്നാണ് ഈ സാധനം കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്ന് ഈ പോർട്ടുകാവിൽ കൊണ്ടുവന്ന് ഞങ്ങൾ തിങ്കളാഴ്ച മുറിച്ച് ചൊവ്വാഴ്ച കൊണ്ടുവന്നു. ബുധനാഴ്ച വ്യാഴാഴ്ച രാവിലെ നമ്മൾ കത്ത് 2 സമയത്താക്കി. അപ്പോൾ വെള്ളിയാഴ്ച കാളിയൂട്ടായപ്പോഴത്തേക്ക് ബാക്കിയുള്ള പണികൾ നമ്മൾ വെള്ളിയാഴ്ച അതായത് കാളിയൂട്ടിന് ഇത് കംപ്ലീറ്റ് തീർത്തു കൊടുത്തു. 5 മണിക്ക് ശേഷം അവരെ കാളിയൂട്ട് അടിയന്തരത്തിൻ്റെ എല്ലാ മാധ്യമങ്ങളും കൂടി കാളിയൂട്ടാടി പോരാടുകയാണ്. ഒറ്റ തെങ്ങ് 2ആയി പിളർന്ന് അല്ലേ? അങ്ങനെയാണല്ലോ ഈ പണിത്. അതിന് പ്രത്യേകിച്ച് നീളമുണ്ട്. അതായത് ഭദ്രകാളിയുടെ തട്ടിൻ്റെ വടക്കേ കാലം 18 കോലാണ്. വടക്കേ കാല് 18, തെക്കേ കാല് 18 കോലും, വടക്കേ കാല് 16 കോലും. അപ്പോൾ ദാരികനും അതേപോലെ തന്നെ. ദാരികന് 15 കോലിൻ്റെ അത് അടയ്ക്കാൻ മുതലാണ്. അപ്പോൾ 5 അടി വീതിക്ക് ആണ് തട്ടുകൾ ഉണ്ടാക്കുന്നത്.
ഇത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നൽകി നമ്മുടെ പൂർവികർ നമുക്ക് ഇപ്പം ഞങ്ങൾ 3 ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ സ്ഥിരമായി തട്ടുപറൽ കെട്ടുന്നുണ്ട്. ഭദ്രകാളി ഇതിൻ്റെ 4 തന്നെ കെട്ടാറുണ്ട്. ഇപ്പം നമ്മളെ കുറച്ച് പേരെ കാലം കഴിഞ്ഞാൽ പിന്നെ ആളില്ല. അത് നമ്മളെ തലമുറകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കൊണ്ടുപോകുന്നു, ഓരോ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് ഇവിടെ പിന്നെ 126 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ കാളിവിട്ട് നടക്കുന്നത്. അതിൻ്റെ ദേവിയുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് തട്ട് കെട്ടാനുള്ള ഒരു അവസരം ദേവിയായിട്ട് ഉണ്ടാക്കി തന്നു. ചെറിയ കീഴ്ക്കാരും നമുക്ക് ഉണ്ടാക്കി തന്നു. ഇവിടെ ഇവിടെയുള്ള ആൾക്കാർക്ക് പോലും എന്താണ് ഏതാണെന്നും അറിയില്ല. പക്ഷേ അവർ സംശയങ്ങൾ ഇവിടുത്തെ കമ്മിറ്റിക്കാരെ നമ്മളെടുത്താവുന്ന പോലെ കാര്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഏതെല്ലാം അവർക്കറിയില്ല. ഈ തലമുറ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ചെറിയക്കാരൊക്കെ അറിയാം, നമുക്ക് കൃത്യമായിട്ട് അറിയാം. എല്ലാ വർഷവും കൃത്യമായിട്ട് നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കാളിവിട്ട്, ചാർക്കര കാളിവിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൃത്യമായും നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാരായാലും മറ്റ് ഭാരവാഹികളായാലും വന്നവരെന്ന് അറിയാം. അവരൊക്കെ അറിയാമേത്ത കാര്യം ഓരോ ചേട്ടന്മാരെ എന്നാളൊക്കെ എന്ന് ചോദിക്കുന്ന ഒരു പേരാണ്. അത് നല്ല കാര്യം അവർക്ക് അറിയിച്ചോളത്തുണ്ടാണ്. നമുക്കറിയാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്നാളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ദേവിയുടെ കാര്യം കൊണ്ട് ഈ വർഷം നമുക്ക് ഫസ്റ്റ് 126 വർഷങ്ങൾക്ക് ശേഷം നിർത്തിവെച്ച ആ കാളിവിട്ട് പുനരാരംഭിച്ചപ്പോൾ നമുക്കത് തട്ടും കെട്ടാനായിട്ട് നമ്മളെ ടീമിന് അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന്, നമ്മുടെ തണ്ടാർ സമുദായത്തിന് സാധിച്ചു. അതാണ് ഏറ്റവും വലിയ ദേവിക്ക് കൊടുക്കേണ്ട അനുഗ്രഹം. ഈ പറണുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതല്ലെങ്കിൽ അതിന് പൂജകളുണ്ടോ, വ്രതം നിൽക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്? വ്രതമുണ്ട്. ഞങ്ങൾ ഒരാഴ്ചത്തെ വ്രതമാണ്. വ്രതമെടുത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്രതമില്ലാതെ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞതിനെ പറ്റി സംസാരിച്ചില്ല. പറഞ്ഞ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു തരാം. ഈ പറഞ്ഞിന് ദാരികനും ഭദ്രകാളിയും നിലത്തിൽ പോരാടിയതിന് ശേഷം ദാരികൻ മായയാൽ മറഞ്ഞു കാണാത്തതിൻ്റെ പേരിൽ ആകാശമാർഗം കൂടി സഞ്ചരിച്ച് ദാരികനെ കണ്ടുപിടിക്കാനാണ് വേണ്ടിയാണ് ഈ പറഞ്ഞിൻ്റെ ഉയരക്കയറി നിന്നുകൊണ്ട് ദാരികനെ തിരക്കുന്നത്. ദാരികനെ തിരക്കി നടക്കുന്ന സമയത്താണ് ദാരികൻ മറുവശത്ത് നിൽക്കുന്നതായിട്ട് ദേവി കണ്ട്. ഉടനെ ദേവി ഇറങ്ങി വീണ്ടും വരികയാണ്. എന്നിട്ട് ദാരികനും ഉടനെ ഇറങ്ങി വീണ്ടും അവർ നിലത്തിൽ പോരാടിക്കൊണ്ട് നിൽക്കുകയാണ്. അതാണ് ഈ പറഞ്ഞിൻ്റെ പ്രത്യേകത. ദാരികനെ തിരക്കി ആകാശമാർഗം തിരക്കിപ്പോയതാണ്. ഭൂമിയിലൊന്നും കാണാനില്ല. അതാണ് ഈ പറഞ്ഞിൻ്റെ പ്രത്യേകത. വളരെ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടിയും അതായത് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയും ഒക്കെ തന്നെയാണ് ഈ പറണുകൾക്ക് വേണ്ടുന്ന തെങ്ങ്, അതുപോലെ തന്നെ അടയ്ക്ക ഒക്കെ കണ്ടെത്തി അത് പൂജാവിധികളോടുകൂടി അത് മുറിച്ച് ഇതിന് പ്രത്യേക അളവുകളുണ്ട്. അതൊക്കെ തിട്ടപ്പെടുത്തിയാണ് ഈ കാളിയൂട്ട് ഉത്സവത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ കാളിയൂട്ട് മഹോത്സവത്തിന് അല്ലെങ്കിൽ ദാരികന് വേണ്ടുന്ന പറണം, ശ്രീ ഭദ്രകാളിക്ക് വേണ്ടുന്ന പറണുമൊക്കെ ഇവർ നിർമ്മിക്കുന്നത്. അത് നിർമ്മിക്കുന്ന ഒരു കൂട്ടം ഭക്തരാണ് നമ്മോട് സംസാരിച്ചത്. അവർ തന്നെയാണ് ശാർക്കര ദേവി ക്ഷേത്രത്തിലും അതുപോലെ പൊന്നറയിലും പള്ളിയറയിലും ഇവിടെ ഇപ്പോൾ തൃപ്പൂർട്ടുകാവ് ക്ഷേത്രത്തിലുമൊക്കെ പറണുകൾ നിർമ്മിക്കുന്നത്.